സ്ത്രീ സൗഹാർദ്ദമാണ് ടൂറിസത്തിൻ്റെ 2025 അങ്ങനെ ഒരു നയം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇപ്പോൾ ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇത് സേഫ്റ്റി ഇഷ്യൂസ് പരിപൂർണമായിട്ട് സോൾവ് ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനത്തെ റിപ്പോർട്ടുകൾ ഇപ്പോഴും വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് കേരളത്തിലേക്ക് കൂടുതൽ വനിതാ സഞ്ചാരികൾ വരുന്നു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വരുന്നു? ഇവിടെ വളരെ സേഫാണ്. എന്നാൽ മറ്റ് സ്റ്റേറ്റ് എടുത്താൽ അങ്ങനെയല്ല. ഈ പോസ്റ്റ് കോവിഡിന് ശേഷം സ്ത്രീകൾ ഒറ്റയ്ക്കുള്ള യാത്ര വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂട്ടായിട്ട് സ്ത്രീകൾ മാത്രമുള്ള യാത്ര വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷിതമാണ് കേരളം. അത് ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കണം. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ പരിപൂർണമായി നമുക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തി യാത്ര ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് കേരളം എന്ന് പറയാൻ വേണ്ടി പറ്റും. ടൂറിസം ഇൻഡസ്ട്രി ഇപ്പോൾ നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ടൂറിസം മേഖല കുതിക്കുന്നുണ്ട്. ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം സർവ്വകാല റെക്കോർഡായി. വിദേശ സഞ്ചാരികളുടെ എണ്ണം വലിയ നിലയിൽ വർദ്ധിച്ചു വരുന്നു. പുതിയ പുതിയ ഡെസ്റ്റിനേഷനുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ വലിയ പുരോഗതി പ്രാപിക്കുകയാണ്. ഷീ ടൂറിസം പോലുള്ള പദ്ധതികൾ ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. ബീച്ച് ടൂറിസത്തിന് അനന്ത സാധ്യത വർദ്ധിപ്പിക്കാനാകുന്നു. അഡ്വഞ്ചർ ടൂറിസത്തിന് വലിയ പ്രാധാന്യം ഇന്ന് കേരളത്തിലുണ്ട്. നമ്മൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, പറ്റിയ ഗ്ലാസ് ബ്രിഡ്ജിലും ഇതിലൊക്കെ ഒന്ന് കയറണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ കുതിപ്പാണ് ഉണ്ടാക്കുന്നത്.